പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 15-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു പുതിയ വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ മേഖലകളിലും വിശ്വസ്തയോടും കൃത്യനിഷ്ഠയോടും കൂടെ ജോലി ചെയ്യുവാൻ, കർത്താവിനെ സേവിപ്പാൻ നമ്മെ ഏവരെയും ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6 നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ സ്വീകരിച്ചതുപോലെ അവനിൽ നടപ്പി. കൊലോസിയിലെ വിശുദ്ധന്മാർക്ക്, സഭാമക്കൾക്ക് പൗലോസ് നൽകുന്ന ഒരു കത്താണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എന്ന നാമധേയത്തിൽ പുതിയ നിയമ ലേഖന ഭാഗത്ത് ചേർത്തിട്ടുള്ളത്. കൊലോസ്യ സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പൗലോസിന് നല്ല മതിപ്പും അവരെക്കുറിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ വകയുള്ളതുമായ കാര്യങ്ങളാണ് താൻ കേട്ടിരുന്നത്. അവ ഒട്ടും മറച്ചു വെക്കാതെ അവരോട് അറിയിക്കുകയും എന്നാൽ സമയാസമയത്ത് വേണ്ട ഉപദേശങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ട വാഗ്ദത്ത വചനത്തിൽ പൗലോസ് കൊലോസ്യ സഭയിലെ ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു. അത് മാത്രം പോരാ, എങ്ങനെ സ്വീകരിച്ചുവോ അതേ നിലയിൽ നിങ്ങൾ ക്രിസ്തുവിൽ നടക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൽ കൂടെ ആയിരിക്കണം ജീവിതത്തിൻ്റെ സമസ്ത മേഖലയും. ഇത് ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന് വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഉപദേശം കൂടെയാണ്. കാരണം പാരമ്പര്യമായി നാം ക്രൈസ്തവ മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെടുകയും വിവിധങ്ങളായിട്ടുള്ള ക്രിസ്തീയ സഭകളിൽ പങ്കുകാരായി സൺഡേ സ്കൂൾ, VBS, ഗായക സംഘം, യുവജന പ്രസ്ഥാനം, അങ്ങനെ മറ്റുള്ള വിവിധ സഭയുടെ സംഘടനകളിലും സഭാതലങ്ങളിലും ശോഭിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എന്നതിലും നാം ഒക്കെ നിൽക്കുന്ന സഭയുടെ അംഗം എന്നുള്ള നിലയിലും അഭിമാനിക്കുകയും ആവേശം കൊള്ളുകയും ചെയ്യുന്നവരുമാണ്. എന്നാൽ വചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഒന്നും ആകുന്നില്ല. നാം വെറും നാമധേയ ക്രിസ്ത്യാനികളായി തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നാം ഒക്കെ നിൽക്കുന്ന ഏത് സഭയുടെ പഠിപ്പിക്കലാണെങ്കിലും ശരി. എന്നാൽ ക്രിസ്തുവിനെ നാം സ്വീകരിച്ചുവെങ്കിൽ ക്രിസ്തുവിൽ നാം നടക്കുന്നവർ അഥവാ ജീവിക്കുന്നവരായി തീരണം, വചനം അനുസരിക്കുന്നവരായി തീരണം. അതാണ് ദൈവവചനം അനുശാസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളോട് തന്നെ ചോദിക്കാം, നമുക്ക് ലഭിക്കപ്പെട്ട വചന വെളിച്ചമനുസരിച്ച് നാം വചനത്തിൻ്റെ ചട്ടക്കൂട്ടിലാണോ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും നടക്കുന്നതും? പൗലോസ് അവരുടെ അനേക കാര്യങ്ങളെ അതിശ്രേഷ്ഠമായി അവരെ അനുമോദിച്ച് പറയുന്നതോടൊപ്പം അവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടെ നൽകി പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ മാത്രം പോരാ, ക്രിസ്തുവിൽ നടക്കുന്നവരായിരിക്കണം, ജീവിക്കുന്നവരായിരിക്കണം. നമ്മുടെ
ഓരോ അണുവിട ശ്വാസത്തിലും യേശു ഉള്ളവർ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ച നിങ്ങൾ ക്രിസ്തുവിൽ നടക്കണം. ക്രിസ്തുവിനും കൂടെ വരാൻ പറ്റാവുന്നിടത്ത് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. യേശു നമ്മോടൊപ്പം പങ്കിടാവുന്ന മേഖലകളിലെ നാം പങ്കെടുക്കാവുള്ളൂ. നമ്മോടൊപ്പം കർത്താവിന് വരുവാൻ കഴിയുകയില്ല, സാധിക്കുകയില്ല, അത് ശരിയല്ല, കർത്താവ് വരത്തില്ല എന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിൽ 1% തിരിച്ചറിവുണ്ടെങ്കിൽ എന്നാൽ കർത്താവോട് നിൽക്കട്ടെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തല്ലോ, ഈ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യാം എന്ന് സ്വയം തീരുമാനിച്ച് കർത്താവിനെ വഴിയിൽ നിർത്തി പോകുന്നവർ ആകരുത് എന്ന് പൗലോസ് വ്യക്തമായി പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഈ വചനാടിസ്ഥാനത്തിൽ നമുക്ക് നമ്മെ ഒന്ന് ശോധന ചെയ്യാം. നാം ക്രിസ്തുവിനെ വഴിയിൽ ഇട്ടിട്ട് പോകുന്നവരാണോ? പള്ളികളിൽ ഇരുത്തിയിട്ട് പോകുന്നവരാണോ? ഭവനത്തിൽ കുടുംബ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ ഒതുക്കിയിട്ട് പോകുന്നവരാണോ? ഓഫീസിൽ കർത്താവ് കൂടെയുണ്ടോ? വാഹനം ഓടിക്കുമ്പോൾ കർത്താവ് കൂടെയുണ്ടോ? ഒരു പകൽ എരിഞ്ഞടങ്ങുമ്പോൾ കർത്താവ് കൂടെയുണ്ടോ? കൂട്ടുകാരുമായി സല്ലപിക്കുമ്പോൾ കർത്താവ് കൂടെയുണ്ടോ? ഫോണിൽ സംസാരിക്കുമ്പോൾ കർത്താവ് കൂടെയുണ്ടോ? ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കർത്താവ് ഉണ്ടായിരിക്കണം എന്ന് പൗലോസ് കൊലോസ്യ സഭയെ ഉപദേശിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ആ കർത്താവ് നമ്മോട് കൂടെ 365 ദിവസവും ഇരുന്ന് നമ്മെ പരിപാലിച്ച് വേണ്ടതൊക്കെ നൽകി അനുഗ്രഹത്തോടെ കാക്കുവാൻ മതിയായ ദൈവമാണ്. ആരെങ്കിലും നിരാശയിലോ ഭാരത്തിലോ സങ്കടത്തിലോ വിഷമത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ്. എപ്പോഴാണ് എന്നെ ഈ നിരാശ ആണ്ട് പിടിച്ചത്? എപ്പോഴാണ് എൻ്റെ സ്വസ്ഥത നഷ്ടമായത്? എപ്പോഴാണ് എന്നിൽ നിന്നും സന്തോഷം ഇല്ലാതായത്? അതിന്റെ ഉത്തരം ചെന്നെത്തുന്നത് കർത്താവില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെതായ ലോകത്തായിരുന്നപ്പോൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അഥവാ ഉത്തരം കണ്ടെത്തുന്നുവെങ്കിൽ, ഈ പ്രഭാതം അതിൽ നിന്ന് പിന്മാറി കർത്താവിങ്കലേക്ക് പരിപൂർണമായി മടങ്ങി വന്ന് ഒരു നാമധേയ ക്രിസ്ത്യാനി എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ യേശുവിൽ വസിക്കുന്നയാളാണ്, നടക്കുന്നയാളാണ്, ജീവിക്കുന്നയാളാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ദൈവകൃപ പ്രാപിച്ച് ഇന്നിന്റെ പ്രശ്നങ്ങളെ പ്രാർത്ഥനയോടെ നേരിട്ട് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഒരുക്കട്ടെ. അങ്ങനെ ഇന്ന് മാത്രമല്ല, ഈ ആഴ്ചവട്ടം നമ്മൾ നേരിടാൻ പോകുന്ന വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ, യാത്രകൾ, നിയമപ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, പരീക്ഷകൾ, സാമ്പത്തിക ആവശ്യങ്ങൾ, വിദൂര യാത്രകൾ, ആരോഗ്യകാര്യങ്ങൾ, നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവകൃപ വ്യാപരിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ജീവജല വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളുടെ മേൽ സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് ഈ ആഴ്ചവട്ടം ആയുസ്സോടെ, നന്മയോടെ, സന്തോഷത്തോടെ, ദൈവകൃപയോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ 15-ാം തീയതി കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം.
ഒരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങളുടെ ജോലികൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ, എല്ലാ മേഖലകളിലും അവിടുത്തെ കൃപയും സാന്നിധ്യവും ഉണ്ടായിരിക്കണമേ. നീ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ വ്യക്തിപരമായും കുടുംബമായും അനുഗ്രഹിക്കണം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമേൽ കർത്താവ് അവിടുന്ന് ഇടപെടുകയും പരിപൂർണ വിടുതലയച്ച് അവർ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരായി, കർത്താവിൽ അവർ രസിക്കുന്നവരായി തീരുവാൻ ഇടയാകണമേ. എല്ലാ നന്മകളാലും കൃപകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറച്ച് അങ്ങയുടെ വരവിനായി ഒരുക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പൗലോസ് ആദിമ നൂറ്റാണ്ടിൽ കൊലോസ്യ സഭയോട് പറഞ്ഞ ദൂതായി അതിനെ ഒതുക്കി തീർക്കാതെ ഇന്ന് എന്നോട് പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശമായി ഏറ്റെടുത്ത് കർത്താവിൽ വസിച്ച്, കർത്താവിൽ നടന്ന്, കർത്താവിൽ ജീവിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി ഇന്നും ഈ ആഴ്ചവട്ടവും സന്തോഷത്തോടും അതിലേറെ സമാധാനത്തോടും മുൻപോട്ട് പോകുവാൻ സർവകൃപാലുവായ ദൈവം ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.